ഹലോ ഫ്രണ്ട്സ്, ഐ എം സുബീഷ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്സ് ലേസർ റിമൂവർ ആണ്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള സ്കിൻ അസുഖമാണ് അരിമ്പാറ അല്ലെങ്കിൽ വാട്സ്. ഏകദേശം 10 മുതൽ 20% ആളുകൾക്കും വരുന്നതാണ് അരിമ്പാറ അല്ലെങ്കിൽ വാട്സ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV എന്ന വൈറസാണ് ഇതിൻ്റെ രോഗകാരി. ഏകദേശം 100-ൽ അധികം സബ് ടൈപ്പ് HPV വൈറസിനെ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ടൈപ്പുകൾ വാട്സിന് കാരണമാവാറുണ്ട്. ഇതിൻ്റെ ഷേപ്പും ഇതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളുമൊക്കെ അനുസരിച്ച് ഇതിന് ഒരുപാട് പേരുകളും ഉണ്ട്. ഈ വാട്സുകൾ അല്ലെങ്കിൽ അരിമ്പാറകൾ പ്രത്യേകിച്ച് വേറെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്കിന്നിനോ ബോഡിക്കോ ഉണ്ടാക്കുന്നില്ലെങ്കിലും അത് ഒരു സൗന്ദര്യ പ്രശ്നം തന്നെയാണ്. വാട്സ് ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായി തന്നെ അറിയാം. മുഖത്തിലും കഴുത്തിലും വാട്സ് അല്ലെങ്കിൽ അരിമ്പാറ വരുമ്പോൾ അത് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു വൃത്തികേട് തന്നെയാണ്. നമ്മൾ അത് റിമൂവ് ചെയ്യാതിരുന്നാൽ അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവും. മനുഷ്യർ തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് വരുന്ന സമയത്ത് സ്പർശനത്തിലൂടെയും അരിമ്പാറ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ഈ HPV എന്നുള്ള വൈറസ് കാരണമാണ് അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഡോക്ടറുടെ അടുത്തേക്കൊക്കെ പോയാൽ സാധാരണ ഒരു സാലസിലിക് ആസിഡ് പോലുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഭാഗങ്ങളിൽ മാത്രം അപ്ലൈ ചെയ്യണം. ഒരു ദിവസമല്ല, ഏകദേശം ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് ചെയ്താൽ അരിമ്പാറ മാറിപ്പോകുന്നത് കാണാം. അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് വേരോടെ നമുക്ക് കളയാൻ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് ബെറ്റർ. ഞാൻ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയൂ. നമ്മുടെ ലേസർ ട്രീറ്റ്മെൻറ്റ് അരിമ്പാറ അല്ലെങ്കിൽ വാട്സിനെ വേരോടെ തന്നെ റിമൂവ് ചെയ്യും. പിന്നെ അവിടെ അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് വരില്ല. ലേസർ ചെയ്യുമ്പോൾ നമുക്കവിടെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും. മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ലിക്വിഡ് വാട്സ് റിമൂവർ വാങ്ങാൻ കിട്ടും. ലിക്വിഡ് വാട്സ് റിമൂവർ ഉപയോഗിക്കുമ്പോൾ അരിമ്പാറ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ മാറും. അതിൻ്റെ വേരുകൾ അവിടെ തന്നെ ഉണ്ടാവും.
പിന്നീട് അതിനേക്കാൾ ഇരട്ടി വലുപ്പത്തിൽ അത് വീണ്ടും വരികയും ചെയ്യും. നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരെണ്ണത്തിന് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വലുപ്പത്തിനനുസരിച്ച് ചാർജിനൊക്കെ മാറ്റം വരും. ലേസർ ട്രീറ്റ്മെന്റ് ചെയ്താൽ 100% ഉറപ്പാണ് പിന്നെ വരില്ല എന്നുള്ളത്. ചെയ്തു കഴിഞ്ഞാൽ ഈ വരുന്ന ബ്ലാക്ക് ഡോട്ടുകളൊക്കെ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഫുള്ളായിട്ട് മാറി നമുക്ക് പുതിയ സ്കിന്ന് വരും. അതിനെ പറ്റി പേടിക്കുന്ന വേണ്ട കാര്യം. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂര് അടുത്ത് മരത്താക്കരയിൽ തോട്ടപ്പടി എന്ന സ്ഥലത്താണ്. ഷോപ്പിന്റെ പേര് വരുന്നത് സാധിക ബ്യൂട്ടി പാർലർ ആൻഡ് ഫാമിലി സലൂൺ. അരിമ്പാറ റിമൂവ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉള്ളവർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വിളിച്ചിട്ട് വന്നോളൂ. അത്യാവശ്യത്തിന് വേദനയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ നമ്മൾ റിമൂവ് ചെയ്യണേ, അതിൻ്റെയാണ്. ചെവിയുടെ ബാക്കിൽ ഒരു വാട്സ് ഉണ്ട്, അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാണ്. ഒരെണ്ണം ചെവിയുടെ അടുത്തുകൊണ്ട് മുകൾ ഭാഗത്തായിട്ട് അത് നമ്മൾ ലേസർ ചെയ്യാണ്. അത് നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ ഉള്ളിലോട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും നമുക്ക് വലുതായിട്ട് വരും അവിടെ. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് നമ്മൾ ലേസർ ചെയ്യണേ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അരിമ്പാറ റിമൂവ് ചെയ്യാനുള്ള ലോഷൻ വാങ്ങിയാലും അത് മാറി കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ട് പാർട്സ് വീണ്ടും വരും.
കണ്ണിൻ്റെ താഴെയായിട്ട് 2-3-4 വാട്സും കൂടി ഉണ്ട്. അത് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ അവരാദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് വാട്സ് റിമൂവ് ചെയ്യാൻ ലേസർ വയ്ക്കുക. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ലേസർ വയ്ക്കാനും എക്സ്ട്രാ പൈസ വേണം. ഇതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഇതൊരു വൈറസ് അല്ലേ? ഹോസ്പിറ്റലുകാർ അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടാണ് ഓരോന്നും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അല്ലാതെ ഇതിലൊരു കഥയുമില്ല. നമ്മള് കണ്ണിൻ്റെ അവിടെ നിന്നൊക്കെയാണ് മറ്റേ ലേസർ എടുക്കുന്നത്. അതുകൊണ്ട് ആൾക്ക് ഒരു ചെറിയൊരു വേദന ഉണ്ടാവുന്നല്ലാണ്ട് വേറെ നമുക്ക് സൈഡ് എഫക്റ്റുകളൊന്നും അങ്ങനെ വരില്ല. അത് ഗ്യാരണ്ടിയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.